അഭയാർത്ഥികളായി പാർക്കുന്ന കുറേയേറെ പൂച്ചകൾ, അവരെ പേടിച്ച് പച്ചമുളത്തോട് നടക്കുന്ന കാക്കത്തൊള്ളായിരം എലികൾ, കോഴികൾ, പരുന്തുകൾ. ഇതാണ്ടാണ് ഇതിന്റെ പുറകൂടെ ഉണ്ടായിരുന്നു. ഈ ആട് അതുകൊണ്ടാണ് ഇതിന് ഇത്ര സ്വാതന്ത്ര്യം. ഈ ആടുകാരി പാത്തുമ്മ എന്റെ സഹോദരിയാണ്. അബ്ദുൽ ഖാദറിന്റെ നേരെ കയറി താമസിക്കുന്നത് ഏകദേശം 1/2 കിലോമീറ്ററപ്പുറം ചന്തയുടെ പുറകിലാണ്. ഭർത്താവ് കൊച്ചുണ്ടിക്ക് കച്ചവടം. അയാൾ രാവിലെ പോയാൽ പിന്നെ ആവേശിക്കും. എന്റെ റബ്ബ്, എന്റെ ബാല്യകാല സഖിയും ശബ്ദങ്ങൾ ഈ ആട് ചാപ്പും. എന്റെ ആട് ഘോരമായ വിമർശനം വീടിലെങ്കിൽ ഏറ്റതാണ് എന്റെ ശബ്ദം. അത് തിന്നാൻ നീ എങ്ങനെ ധൈര്യപ്പെട്ടു? അജസുന്ദരി, ഇതിന്റെ കോപ്പി വേറെ എന്റെ പക്കലില്ല. ഇതിന് 100 രൂപ വിലയുണ്ട്. എന്റെ പുസ്തകങ്ങൾ വേറെയുണ്ട്. അവധിക്കെല്ലാം പറ്റി തരാം. എല്ലാടിനും വലിയൊരു കല്യാണം കൊടുത്തോ? ഓ പിന്നെ അവർക്ക് 100 വട്ടം പണിയുണ്ട്. പിന്നെ അതിന്റെ ഒരാട്. എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാൻ വേണ്ടി. നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട. എന്റെ ആടൊന്ന് പറയട്ടെ, അപ്പൊ കാണാം. വാ മോളെ. എന്താ ഇത്? വെള്ളിക്കാക്ക, ഇതെല്ലാം അനുവദിക്കുന്നല്ലോ. പൂച്ച, പിള്ളേര്, കോഴി, ആട്, കാക്ക, താറാവ്. ഓ, ആടിനെ തീറ്റിവെക്കാനുള്ള സ്ഥലം എല്ലാത്തിനും ഞങ്ങൾ ഭാഗമാക്കും. ഉമ്മ, ആ വടിയിൽ തന്നെ എടുത്തോണ്ട് വാ. ഖദീജ, ഞമ്മടെ ആടിനെ വിളി. ഞമ്മക്ക് ഈ വീട്ടിന്റെ അവകാശം എന്നത് തെളിഞ്ഞു കഴിഞ്ഞു. വാ പോകാം. എനിക്ക് ഈ വീട്ടിലുള്ള അവകാശമുണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. ഇന്ന് ഞാൻ ഖലീഫക്കാരും പിള്ളേരെ കെട്ടുകളെ കൂടിയാക്കും. ഈ വീട്ടിന്റെ ഒച്ച കേട്ടുപോകരുത്. നിന്റെ എന്നെ ഞാൻ കാത്തില്ല. ഹനീഫയും മറ്റും എവിടെ പോയി താമസിക്കുന്നു? അവരെ ഹനീഫക്കടെ എസ്റ്റേറ്റിൽ ഒരു വീടുണ്ടാക്കി താമസിക്കട്ടെ. അതിന് കണ്ടമാനം കാശ് വേണം. ഹനീഫക്കന്റെ മഹാ അസീസ, ഒരുപാട് രൂപയുണ്ടെന്നേ. ഓടാ. ആരും അറിയണ്ട. അമ്മ അറിഞ്ഞാ വഴക്കിടും. ഇനി എനിക്ക് വലിയതാത്ത പാടായിട്ടൊന്നും തരണ്ട. നമ്മുടെ ഖദീജയ്ക്ക് 2 കമ്മല് മതി. ഹനീഫ അറിയണ്ട, കൊച്ചുകാർ അറിയണ്ട, അമ്മ അറിയണ്ട, ഉമ്മായും അറിയണ്ട. കമ്മല് വെള്ളിയുടെയോ പൊന്നിന്റെയോ? പൊന്നിന്റെ മതി. വല്ലവരോട് പറയുമോ? പരമ രഹസ്യമാക്കി വെക്കും. കമ്മലോടനെ വേണം. നോക്കട്ടെ. അബിക്കും സൈദ് മുഹമ്മദിനും പാത്തുകുട്ടിക്കും കൂടെ കൊടുത്തു. എന്റെ ഖദീജ പാവം, അവർക്ക് മാത്രം ഒന്നും കൊടുത്തില്ല. അതോട് ഒന്നും വേണം. എനിക്ക് ഒന്നും തരണ്ട. പാത്രങ്ങൾ വാങ്ങിച്ചു തന്നാ മതി. അതിപ്പോ വേണ്ട. ഞങ്ങൾ മാറി താമസിക്കുമ്പോ മതി. ഈ വിവരം ഇല്ലാത്തവർ പറയരുത്. ഇതാണ് എന്റെ ഉമ്മ.
വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് ഓടുകളിൽ കുതിർക്കാനിട്ടിരിക്കുന്ന ഉള്ള വലിച്ചുകൊണ്ട് വന്ന് മടിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ ഉണ്ണി ആരംഭിക്കും. വീട്ടിലുള്ള എല്ലാവരെയും വേണ്ടതിനും വേണ്ടാത്തതിനും ഉമ്മ ശകാരിക്കും. അവനമാർക്ക് ഒന്നും അറിയില്ല, വീട് നോക്കാൻ ശീലിച്ചിട്ടില്ല. ഇതാണ് വീട്ടിലെ പെണ്ണുങ്ങളെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം. അവരെല്ലാം പഠിക്കട്ടെ. ഉമ്മ ഈ ഭരണം അങ്ങ് വിട്ടുകൊടുത്തേ. എന്ത് പറഞ്ഞാലോ? ഇന്നത്തെ വീടിനെ പറ്റി എന്തറിയാം? ഒറ്റ തടി ഉച്ചാൻ വയറ്. പിന്നെ നീ ഒരു 10 രൂപ എന്താ അബ്ദുൾക്കാരെ അറിയരുത്, അനീഫയെ അറിയരുത്, പാത്തുമ്മയെ അറിയരുത്. കുഞ്ഞാനുമ്മ ഐശ്വര്യമായിട്ട് ഞാൻ വന്നതിന് ശേഷം എത്ര തവണ രൂപ തന്നിട്ടുണ്ട്? പരസ്യമായി രഹസ്യമായി നീ എത്ര രൂപ വാങ്ങിയിട്ടുണ്ട്? പിന്നെന്താ പറയുന്നത്? എനിക്കിപ്പോ 10 രൂപയ്ക്ക് ആവശ്യമുണ്ട്. ഞാൻ തന്നതിന് എവിടെ പോയി? അതൊക്കെ പറ. എല്ലാം അബ്ദുൾക്കാരൻ വാങ്ങിച്ചു. അവന് ഞാൻ വേറെ രൂപ കൊടുത്തിട്ടുണ്ടല്ലോ. ചട്ടെ ആരെയും വരട്ടെ. അതൊക്കെ പറ. അമ്മയെ പാത്തുകൊണ്ടി ചെന്ന് പറഞ്ഞു കൊടുക്കും. അമ്മയോട് ഒരു രഹസ്യം ഞാൻ പറയാം. വേറെ ആരോട് പറഞ്ഞു? എന്റെ പക്കൽ ആരും കൂടി ഇനി ഒരു 5 രൂപയുടെ നോട്ട്, വേറെ ഡെമ്പണി കാശ്. അതില്ല ഏഴ്. പിന്നെ എന്തൊക്കെ ഒഴുകുന്ന വിശേഷങ്ങൾ? എടാ, എനിക്കിപ്പോ ഇത്രയും വയസ്സായി. എപ്പോഴാ മരിക്കണമെന്ന് അറിയാമോ? എനിക്കൊരു മോഹമുണ്ട്. അതെന്തോ? നീ ഒരു പെണ്ണ് കെട്ടിയിട്ട് നിന്റെ കൂടെ ഒന്ന് താമസിക്കണ്ടോ? എവിടെയെങ്കിലും അടങ്ങിയിരിക്കാവുന്ന എന്റെ പെട്ടിയിലൊക്കെ കാശ് ചോദിച്ചാൽ എന്താ ഇങ്ങനെ? ശരിയാത്തോടാ അങ്ങനെയാണോടാ? പിടിപാട് ആ ഇരിക്കുമ്പോ അത് പെറാറായോ? ആട്ടിനല്ലോ കൊടുത്താ പറ്റേ? ആ ഇത് അതിന് കൊണ്ടുപോയി കൊടുക്ക. ആ ആനുമ ഇല്ല കൊണ്ടുവരുന്നതാണ്. ഏതാ അപ്പോഴാണോ? അത് ആനുമ്മയുടേതാണ്. പാത്തുമ്മയുടെ ആടിന്റെ മൂത്ത കുട്ടിയാ.
ഇതൊക്കെ കൊടുത്തു. നിന്റെ കാശുണ്ട്, ഒരു 5 രൂപ താ. പാത്തുമ്മയുടെ അടി തട്ടിക്കാലം പൊട്ടിച്ചു. നെല്ലിക്കണ്ട അത് ആരുമല്ല ആളായിരിക്കും. അതന്നെ അത്ര മതി. നദിയിലേക്ക് 2 കമ്മലാണ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും ഉണ്ടോ? ഈ രഹസ്യം മാറ്റുക എങ്ങനെയാണ്? പെണ്ണുങ്ങളുടെ കാര്യമല്ലേ? സ്ത്രീജനങ്ങളുടെ ഉള്ളുകളിൽ മണ്ടക്കടേശന്മാരായ പുരുഷവൃത്തത്തിന് എന്തറിയാം? എന്ത് കുട്ടിയാണ്? ആണോ പെണ്ണോ? എന്താവുമോ അതിലൊരു വേണം.
വെള്ളിക്കാക്ക ചുമ്മാ രസത്തിന് വഞ്ചിന്റെ